Lesson 4 La Bella Dame Sans Mercy by John Keats. ജോൺ കീറ്റ്സിൻ്റെ ഒരു മനോഹരമായ കവിതയാണ് ലാ ബെല്ല ഡാം സാൻസ് മേഴ്സി എന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് അതിന് ചെറിയ ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടപ്രണയവുമായിട്ട് ആ പ്രണയത്തിലെ നായികയുമായിട്ട് ഇതിൽ പറയുന്ന ഈ ഫെയറിക്ക് ബന്ധമുണ്ടെന്നും ഒക്കെ വിമർശകന്മാർ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോൺ കീറ്റ്സിൻ്റെ കാലഘട്ടമാണ് 1795 1721. വളരെ കുറച്ച് വർഷങ്ങൾ മാത്രം ജീവിച്ചിരുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എന്നാൽ വളരെ ശ്രദ്ധേയമായ കവിതകൾ എഴുതിയ അല്ലെങ്കിൽ ശ്രദ്ധേയനായൊരു കവിയാണ് ജോൺ കീറ്റ്സ്. കവിത നോക്കാം. ഓ വാട്ട് ക്യാൻ എയിൽ ദി നൈറ്റ് അറ്റ് ആംസ്, അല്ലയോ സായുധ പോരാളി, എന്താണ് താങ്കളെ വിഷമിപ്പിക്കുന്നത്? വാട്ട് ക്യാൻ എയിൽ ദി അങ്ങയെ, നൈറ്റ് അറ്റ് ആംസ് സായുധധാരിയായ പോരാളി, എലോൺ ആൻഡ് പെയിലി ലോയിഡറിങ്, താങ്കൾ ഒറ്റയ്ക്ക് വിജനമായി വിളറിയ മുഖത്തോടെ അലയുന്നു. ദ സെഡ്ജ് ഹാസ് വിതേർഡ് ഫ്രം ദ ലേക്ക്, തടാകക്കരയിൽ നിന്ന് കോരപ്പുല്ലുകൾ കൊഴിഞ്ഞു പോയിരിക്കുന്നു. ആൻഡ് നോ ബേർഡ് സിംഗ്, പക്ഷികളൊന്നും പാടുന്നുമില്ല. വാട്ട്സ് എ മാറ്റർ നൈറ്റ് അറ്റ് ആംസ്, നൈറ്റ് ഹു ഈസ് ഷൈനിങ് വിത്ത് ഷൈനിങ് ആർമർ, വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ അലോൺ ലുക്കിംഗ് റാദർ ഇൽ? The plant life by the lakeside has shriveled up and the sound of birds is absent. Oh, what can ail thee, night at arms, so haggard and so woe-begone? Again tell me, what's the matter? You look extremely distressed and sad. Haggard means slow, and woe-begone. The squirrels have gathered their provisions in for winter, and we humans have harvested our fields. The squirrels' granary is full. അണ്ണാനുകളുടെ പത്തായം ഇതാ നിറഞ്ഞിരിക്കുന്നു. മരക്കൊമ്പുകളിൽ അണ്ണാനുകൾ അവയുടെ പോതുകളിൽ അവയ്ക്ക് ശൈത്യകാലത്തിന് വേണ്ടിയുള്ള ഭക്ഷണം ശേഖരിച്ചു കഴിഞ്ഞു. അവ പോലും ഇനി പുറത്തിറങ്ങുന്നില്ല. മനുഷ്യരും അവരുടെ കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അകത്തു പോയിരിക്കുന്നു. എന്നിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് ഈ വിജനമായ മലഞ്ചെരുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എന്താ താങ്കൾക്ക് എന്തോ പ്രശ്നമുണ്ട്? എന്താണ് താങ്കളെ വിഷമിപ്പിക്കുന്നത്? ഐ സീ എ ലിലി ഓൺ ദൈ ബ്രോ വിത്ത് ആംഗിഷ് മോയിസ്റ്റ് ആൻഡ് ഫീവർ ഡ്യൂ, നിങ്ങളുടെ നെറ്റിത്തടത്തിൽ ഒരു വിളറിയ വെളുപ്പ് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിയർപ്പിൻ്റെ കണങ്ങളും കാണാം. ആംഗിഷ് മോയിസ്റ്റ് ആൻഡ് ഫീവർ ഡ്യൂ. ആൻഡ് ഓൺ ദൈ ചീക്സ് എ ഫെയ്ഡിങ് റോസ് ഫാസ്റ്റ് വിതേർത്ത് ടു. ദ കളർ ഇൻ യുവർ ചീക്സ് വൺസ് ബ്രൈറ്റ്, ഒരിക്കൽ തെളിമയാർന്ന നിങ്ങളുടെ കവിളുകൾ, ചുവപ്പ് നിറമായിരുന്ന കവിളുകൾ എന്തേ ലൈവ്ലി ആൻഡ് ലൈവ്ലി ആസ് എ റോസ് ഈസ് ഫെയ്ഡിങ് എക്സ്ട്രീംലി ക്വിക്ക്ലി. ഒരു കാലത്ത് ഒരു റോസാപ്പൂ പോലെ ചുവപ്പ് നിറമായിരുന്ന കവിളുകൾ ഇപ്പോൾ അതിവേഗത്തിൽ എന്തുകൊണ്ട് വിളറിപ്പോയി? അതാണ് ചോദിക്കുക. ഐ മെറ്റ് എ ലേഡി ഇൻ ദ മീഡ്സ്. ഇത്രയും നേരം കവി നമ്മുടെ സായുധധാരിയായ ഭടനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അദ്ദേഹം അതിന് പറയുന്ന ഉത്തരങ്ങളാണ്. ഐ മെറ്റ് എ ലേഡി ഇൻ ദ മീഡ്സ്, ഞാൻ പുൽത്തകിടിയിൽ വെച്ച് ഒരു ലേഡിയെ കണ്ടു, ഒരു മോഹിനിയെ കണ്ടു. ഫുൾ ബ്യൂട്ടിഫുൾ എ ഫെയറി ചൈൽഡ്, ഒരു മോഹിനിയുടെ ശിശുവാണോ എന്ന് തോന്നും. പൂർണ്ണസുന്ദരി. ഹെയർ വാസ് ലോങ്, ഹെയർ ഫൂട്ട് വാസ് ലൈറ്റ്, അവളുടെ മുടി വളരെ നീണ്ടതായിരുന്നു, വളരെ ചെറിയ പാദങ്ങളായിരുന്നു. ആൻഡ് ഹെർ ഐസ് വെർ വൈൽഡ്, അവളുടെ കണ്ണുകൾ വന്യങ്ങളായിരുന്നു. ഐ മെയ്ഡ് എ ഗാർലൻഡ് ഫോർ ഹെർ, അവൾക്കായി ഞാനൊരു പുഷ്പമാലയുണ്ടാക്കി. ആൻഡ് ബ്രേസ്ലെറ്റ്സ് ടു, അവൾ കൈത്തണ്ടിയിൽ അണിയുവാനായിട്ട് ഞാൻ പൂക്കൾ കൊണ്ട് തന്നെ ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കി. ആൻഡ് ഫ്രാഗ്രൻസ് ഓൺ, പിന്നെ ഫ്രാഗ്രൻസ് ഓൺ, അവൾക്ക് അരയിൽ അണിയുവാനായിട്ട് ഒരു അരപ്പട്ടയും ഉണ്ടാക്കി, എല്ലാം പൂക്കൾ കൊണ്ട്. ഷീ ലുക്ക്ഡ് അറ്റ് മീ ആസ് ഷീ ഡിഡ് ലവ്, അവൾ എന്നെ പ്രണയിക്കുന്നത് പോലെ അവൾ എന്നെ നോക്കി. ആൻഡ് മെയ്ഡ് സ്വീറ്റ് മോൺ, മധുരതരമാം ഞരക്കങ്ങൾ അവൾ ഉണ്ടാക്കി. ഐ സെറ്റ് ഹെയർ ഓൺ മൈ പേസിംഗ് സ്റ്റീഡ്, ദ്രുതഗതിയിൽ പായും കുതിരപ്പുറത്ത് ഞാൻ അവളെ കയറ്റിയിരുത്തി. ആൻഡ് നത്തിങ് എൽസ് ഓൾ ഡേ ലോങ്, അന്ന് പകൽ മുഴുവൻ ഞാൻ മറ്റൊന്നും കണ്ടില്ല. ഫോർ സൈഡ് ലോങ് വുഡ് ഹി ബെൻഡ് ആൻഡ് സിങ് എ ഫെയറി സോങ്, അതെ, അന്ന് കുതിരപ്പുറത്ത് ചാരിയിരുന്നു. ആൻഡ് സിങ് എ ഫെയറി സോങ്, ഒരു അപ്സരസിൻ പാട്ട് പാടി അവൾ. ഷീ ഫൗണ്ട് മീ റൂട്ട്സ് ഓഫ് റെലിഷ് സ്വീറ്റ്, മധുരതരമാം കിഴങ്ങിൻ്റെ വേരുകൾ അവൾ എനിക്കായി കണ്ടു. ആൻഡ് ഹണി വൈൽഡ്, പിന്നെ കാട്ടുതേനും. ആൻഡ് മന്ന ഡ്യൂ, പിന്നെ മന്ന കണങ്ങളും. ആൻഡ് ഷുവർ ഇൻ ലാംഗ്വേജ് സ്ട്രേഞ്ച്, വിചിത്രമാം ഒരു ഭാഷയിൽ ഉറപ്പായും അവൾ പറഞ്ഞു. ഷീ സെഡ് ഐ ലവ് ദീ ട്രൂ, അങ്ങയെ ഞാൻ സത്യമായും പ്രണയിക്കുന്നു. ഷീ ടുക്ക് മീ ടു ഹെർ എൽഫിൻ ഗ്രോട്ട്, അവളുടെ ആ മാന്ത്രിക ഗുഹയിലേക്ക് അവളെന്നെ കൊണ്ടുപോയി.
ആൻഡ് there she wept and sighed full sore. അവിടെ അവൾ വിതുമ്പിക്കരഞ്ഞു, നെടുവീർപ്പുകളിട്ടു. ആൻഡ് there I shut her wild eyes. അവിടെ വെച്ച് അവളുടെ വന്യമാം കണ്ണുകൾ ഞാൻ അടച്ചു. വിത്ത് കിസസ് ഫോർ 4 ചുംബനങ്ങൾ കൊണ്ട്. ആൻഡ് there she lulled me asleep. അവിടെ വെച്ച് അവൾ എന്നെ താരാട്ട് പാടിയുറക്കി. ആൻഡ് there I dreamed. അവിടെ വെച്ച് ഞാൻ സ്വപ്നം കണ്ടു. ഓ woe betide the latest dream I have ever dreamt on the cold hillside. ഈ തണുപ്പുള്ള കുന്നിൻ ചെരുവിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ഈ അടുത്ത കാലത്തെ സ്വപ്നം. ഐ സോ പെയിൽ കിങ്സ് ആൻഡ് പ്രിൻസസ് ടു. വിളറിയ മുഖമുള്ള രാജാക്കന്മാരെ കണ്ടു ഞാൻ, രാജകുമാരന്മാരെ കണ്ടു. പെയിൽ വാരിയേഴ്സ് ഡെത്ത് പെയിൽ വെർ ദേ ഓൾ. മരണത്തിൻ്റെ വിളർച്ചയായിരുന്നു അവയ്ക്കെല്ലാം. ദേ ക്രൈഡ് ലാ ബെല്ല ഡാം സാൻസ് മേഴ്സി ഹാഡ് ദീ ഇൻ ത്രാൾ. അവർ കരഞ്ഞു പറഞ്ഞു, ലാ ബെല്ല ഡാം സാൻസ് മേഴ്സി, ദയയില്ലാത്ത സുന്ദരി എന്നാണ് ഈ ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം. ഹാത്ത് ദീ ഇൻ ത്രാൾ, നിങ്ങളെ അടിമയാക്കിയിരിക്കുന്നു. യു ആർ എൻസ്ലേവ്ഡ് ബൈ ദ ഫെയറി എന്ന്. ഐ സോ ദെയർ സ്റ്റാർവ്ഡ് ലിപ്സ് ഇൻ ദ ഗ്ലീം. ആ പഴയകാല രാജാക്കന്മാരുടെയും രാജകുമാരന്മാരുടെയും യോദ്ധാക്കളുടെയും ഒക്കെ ആ വിളറിയ മുഖം ഞാൻ കണ്ടു, വരണ്ട ചുണ്ടുകൾ ഞാൻ കണ്ടു. സ്റ്റാർവ്ഡ് ലിപ്സ് ഇൻ ദ ഗ്ലീം, അരണ്ട വെളിച്ചത്തിൽ. വിത്ത് ഹൊറീഡ് വാർണിംഗ് ഗേപ്ഡ് വൈഡ്, ഭീകരമായ ഒരു മുന്നറിയിപ്പോടെ. വിത്ത് ഹൊറീഡ് വാർണിംഗ് ഗേപ്ഡ് വൈഡ്, അവരുടെ ആ വാണിങ് അവരുടെ വായി തുറന്നാണ് പരമാവധി അവർ പറഞ്ഞത്. ആൻഡ് ഐ അവോക്ക് ആൻഡ് ഫൗണ്ട് മീ ഹിയർ, ഞാനപ്പോൾ ഞെട്ടി ഉണർന്നു പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഈ മലഞ്ചെരുവിൽ കിടക്കുന്നതാണ് കണ്ടത്. ഐ ഫൗണ്ട് മീ ഹിയർ ഓൺ ദ കോൾഡ് ഹിൽ സൈഡ്, ഈ തണുത്ത കുന്നോരത്ത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ സജോൺ ഹിയർ, അതുകൊണ്ടാണ് ഞാനിവിടെ തങ്ങുന്നത്. എലോൺ, ഒറ്റയ്ക്ക്. ആൻഡ് പെയിൻലി ലോയിറ്ററിങ്, വിളറിയ മുഖത്തോടെ അലയുന്നത്. ലോയിറ്റർ എന്ന് പറഞ്ഞാൽ അലയുകയാണ്. ദോ ദ സെഡ്ജീസ് വിതേർഡ് ഫ്രം ദ ലേക്ക്, തടാകക്കരയിൽ നിന്നുള്ള കോരപ്പുല്ലുകൾ കൊഴിഞ്ഞു പോയിരിക്കുന്നു. വിതേർഡ്, കൊഴിഞ്ഞു പോയിരിക്കുന്നു. ഡ്രൈഡ് അപ്പ്. ആൻഡ് നോ ബേർഡ് സിംഗ്, പക്ഷികളൊന്നും പാടുന്നുമില്ല, അത്രയ്ക്ക് കൊടും തണുപ്പ് കാലമാണെങ്കിൽ കൂടി എന്ന്. ഇതാണ് കവിതയിലെ ആശയം. ഇതാണ് ജോൺ കീറ്റ്സിനെ കുറിച്ച്. ജോൺ കീറ്റ്സ് വാസ് ബോൺ ഇൻ ലണ്ടൻ ഇൻ 1795 ആസ് ദ എൽഡസ്റ്റ് സൺ ഓഫ് എ സ്റ്റേബിൾ കീപ്പർ. ഒരു കുതിരലായം സൂക്ഷിപ്പുകാരൻ്റെ മൂത്ത മകനായിട്ടാണ് ജോൺ കീറ്റ്സ് ജനിച്ചത്. അദ്ദേഹത്തിന് ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു. ഹി ദെൻ രജിസ്റ്റേർഡ് ആസ് എ സർജൻസ് അപ്രൻറ്റീസ്. അദ്ദേഹം ഒരു സർജൻ്റെ ശിഷ്യനായിട്ട് അദ്ദേഹത്തെ ശിഷ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യം കവിത എഴുത്തിലായിരുന്നു. ബട്ട് ഹിസ് ഇൻട്രസ്റ്റ് വാസ് ഇൻ പോയട്രി. ദോ കീറ്റ്സ് റോട്ട് ഓൺലി ഫോർ ഇയേഴ്സ്, വെറും 4 വർഷത്തേക്ക് മാത്രമാണ് അദ്ദേഹം കവിതകൾ എഴുതിയത്. ഹി ഹാസ് പ്രൊഡ്യൂസ്ഡ് സം ഓഫ് ദ ഫൈനസ്റ്റ് പോംസ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയിൽ അതിസുന്ദരങ്ങളായ കവിതകളിൽ ചിലത് അദ്ദേഹത്തിൻ്റെതാണ്. ആസ് എ പ്യുവർ ആർട്ടിസ്റ്റ്, ഒരു ശുദ്ധനായ, ഒരു ശുദ്ധ തനിമയാർന്ന ഒരു കലാകാരൻ, കവി എന്ന നിലയിൽ അദ്ദേഹം ഷേക്സ്പിയറിനേക്കാൾ 2ാം സ്ഥാനം അലങ്കരിക്കുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എന്ന് പറയാം. ഈ സെക്കൻഡ് ഓൺലി ടു ഷേക്സ്പിയർ. എമംഗ് ഓൾ ഇംഗ്ലീഷ് പോയറ്റ്സ് കീറ്റ്സ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലവർ ഓഫ് ബ്യൂട്ടി. ഇംഗ്ലീഷ് കവികളുടെ കൂട്ടത്തിൽ സൗന്ദര്യത്തെ പ്രണയിച്ച ഒരു കവിയെന്ന് നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാം. ലവർ ഓഫ് ബ്യൂട്ടി. അദ്ദേഹമാണ് പറഞ്ഞത്, എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ അവർ എന്ന്. പാഷൻ ഫോർ ബ്യൂട്ടി വാസ് ഓൾമോസ്റ്റ് എ റിലീജിയസ് ക്രീഡ് ടു ഹിം. സൗന്ദര്യത്തോടുള്ള ഭ്രമം അദ്ദേഹത്തിന് ഒരു മതം തന്നെയായിരുന്നു. ഹി ഇക്വേറ്റഡ് ജോയ് വിത്ത് ബ്യൂട്ടി ആൻഡ് ബോത്ത് വിത്ത് ട്രൂത്ത്. സന്തോഷത്തെ സത്യത്തോടും, സത്യത്തെ, ഇവ രണ്ടിനെയും, സൗന്ദര്യത്തെയും സത്യത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടും ഉപമിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഹിസ് പോയട്രി സ്റ്റാൻഡ് unsurpassed to this day for their sensuousness and pictorial quality. ഈ കവിത അവയുടെ കാലാധിപർത്തിയായി നിൽക്കും. അതിൻ്റെ ചിത്രീകരണ ഭംഗി കൊണ്ടും അതിൻ്റെ ആസ്വാദന തികവ് കൊണ്ടും എന്നൊക്കെ പറയാം. ഈ കവിതയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്ന് നോക്കാം. This poem was written in April 1819 and is connected with John Keats' unfulfilled love for Fanny Brown. ഫാനി ബ്രൗൺ എന്ന തൻ്റെ പ്രണയനീയമായിട്ടുള്ള പൂർത്തീകരിക്കപ്പെടാത്ത പ്രണയത്തെക്കുറിച്ച് ആണ് ഈ കവിത. ദ ടൈറ്റിൽ ഈസ് ടേക്കൺ ഫ്രം എ ഫ്രഞ്ച് പോം ആൻഡ് ഇറ്റ് മീൻസ് ദ ബ്യൂട്ടിഫുൾ ലേഡി വിതൗട്ട് പിറ്റി. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, സുന്ദരിയായ ദയയില്ലാത്ത മോഹിനി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ റൊമാൻസ് ഇൻ ബാലഡ് ഫോം. ബാലഡിൻ്റെ രൂപത്തിലുള്ള ഒരു റൊമാൻസ് കവിതയാണ് എന്ന് പറയാം. എന്താണ് ബാലഡ് എന്ന് നമുക്കറിയാം. ഒരു കഥ പറയുന്ന കാവ്യമാണ്, കഥാകാവ്യമാണ്. എ ബാലഡ് ഈസ് എ നരേറ്റീവ് പോയം യൂഷ്വലി ഡീലിംഗ് വിത്ത് എ സ്റ്റോറി ഓഫ് ലവ് ഓർ അഡ്വഞ്ചർ. ഒന്നല്ലെങ്കിൽ ഒരു പ്രേമകഥ അല്ലെങ്കിൽ ഒരു സാഹസിക കഥ, അതായിരിക്കും ബാലഡിൻ്റെ എപ്പോഴത്തെയും വിഷയം. ഇനി ദ
poem is in the form of a dialogue between two speakers. ഈ കവിതയുടെ പ്രത്യേകത കവിയും അതുപോലെ തന്നെ ഒരു സായുധധാരിയായ പോരാളി, ഒരു നൈറ്റ്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഈ കവിത. It tells the story of a knight at arms who is bewitched by a lady. ഒരു സുന്ദരിയാൽ വഞ്ചിക്കപ്പെട്ട ഒരു നൈറ്റ് അറ്റ് ആംസിന്റെ കഥ പറയുകയാണ് ഇത്. The first 3 stanzas form the poet's question to the knight. ആദ്യത്തെ 3 സ്റ്റാൻസ കവി നമ്മുടെ സായുധധാരിയായ നൈറ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ പോയം കണ്ടെയ്ൻസ് ദ നൈറ്റ്സ് ആൻസർ. ബാക്കിയെല്ലാം നൈറ്റിൻ്റെ ഉത്തരങ്ങളാണ്. ഇനി നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് പോകാം. The first 3 stanzas are addressed to the knight and his reply forms the rest of the poem. ആദ്യത്തെ 3 സ്റ്റാൻസ നൈറ്റിനോട് കവിയുടെ ചോദ്യങ്ങളാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കവിയോട് ഉത്തരം പറയുന്ന ആ യോദ്ധാവിൻ്റെ ഉത്തരങ്ങളാണ് ബാക്കിയുള്ള കവിതയിലെ വരികളെല്ലാം, സ്റ്റാൻസകളെല്ലാം. The poet sees a knight at arms with a pale and tired face. വിളറിയ മുഖത്തോട് ക്ഷീണിതനായി ഒരു നൈറ്റിനെ കവി കാണുകയാണ്. വാണ്ടറിങ് അബൌട്ട് എയിംലെസ്ലി ഓൺ ദ കോൾഡ് ഹിൽ സൈഡ്. ഈ തണുത്ത കുന്നോരത്ത് ലക്ഷ്യബോധമില്ലാതെ അലയുകയാണ്. എങ്ങോട്ടെന്നില്ലാതെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയാണ്. കവിക്ക് മനസ്സിലായ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് കവി ചോദിക്കുകയാണ്. ദ നൈറ്റ് ഈസ് ഒബ്വിയസ്ലി വെരി സാഡ് ആൻഡ് ദ പോയിറ്റ് വാണ്ട്സ് ടു നോ ദ റീസൺ. എന്താണ് താങ്കളെ അലട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. വാട്ട് ക്യാൻ എയിൽ ദീ? എന്താണ് താങ്കളെ എയിൽ ചെയ്യുന്നത്, വിഷമിപ്പിക്കുന്നത്? ഉത്തരം, ദ നൈറ്റ് നരേറ്റ്സ് എ സ്ട്രേഞ്ച് സ്റ്റോറി. നൈറ്റ് അപ്പോൾ ഒരു വിചിത്രമായ കഥ പറയുകയാണ്. ഹി ഹാപ്പൻഡ് ടു മീറ്റ് എ ബ്യൂട്ടിഫുൾ ലേഡി ഇൻ ദ മെഡോ. പുൽത്തകിടിയിൽ, മെഡോയിൽ, മീഡ്സ് എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ അത് മെഡോയാണ് അല്ലേ. മെഡോയിൽ ഞാനൊരു ഫുൾ ബ്യൂട്ടിഫുൾ ലേഡിയെ കണ്ടു എന്ന് പറയാണ്. ഷീ ഹാഡ് ലോങ് ഹെയർ ആൻഡ് വൈൽഡ് ഐസ്. വന്യമാം കണ്ണുകൾ, നീണ്ട മുടി ഒക്കെ ഉണ്ടായിരുന്നു. ഹി മെയ്ഡ് ഫോർ ഹെർ എ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്. ഒരു പുഷ്പമാല ഉണ്ടാക്കി അയാൾ അവൾക്ക് വേണ്ടി. എ ഗിർഡിൽ ഫോർ ഹെർ വേസ്റ്റ്. അരയിലണിയാൻ അരപ്പട്ടയുണ്ടാക്കി. ആൻഡ് ബ്രേസ്ലെറ്റ്സ് ഫോർ ഹെർ റിസ്റ്റ്. അവളുടെ കൈത്തണ്ടയിലിടാനായിട്ട് പൂക്കൾ കൊണ്ട് തന്നെ മറ്റൊരു മാലയും ഉണ്ടാക്കി. ഹി ബിലീവ്ഡ് ദാറ്റ് ഷീ ലവ്ഡ് ഹിം. അയാൾ വിശ്വസിച്ചു അവൾ തന്നെ പ്രണയിക്കുന്നുവെന്ന്. ആൻഡ് ഹി ഫോളോവ്ഡ് ഹെർ ടു ഹെർ ഫെയറി കേവ്. അവളുടെ മാന്ത്രിക ഗുഹയിലേക്ക് അവളെ പിൻചെന്ന് അയാളും പോയി. ദർ ഷീ ലവ്ഡ് ഹിം ടു സ്ലീപ്പ്. അവൾ അവിടെ വെച്ച് അയാളെ താരാട്ട് പാടി ഉറക്കി. ഇൻ ഹിസ് സ്ലീപ്പ് ഹി ഹാഡ് ഫിയർഫുൾ ഡ്രീംസ്. അയാളുടെ സ്വപ്നത്തിൽ അയാൾക്ക് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളുണ്ടായി. ആൻഡ് ഇൻ വിച്ച് ഹി സോ പെയിൽ കിങ്സ്. ആ സ്വപ്നത്തിൽ അയാൾ വിളറിയ മുഖമുള്ള രാജാക്കന്മാരെ കണ്ടു, പ്രിൻസസ് രാജകുമാരന്മാരെ കണ്ടു, ആൻഡ് വാരിയേഴ്സ് യോദ്ധാക്കളെ കണ്ടു. ദേ ക്രൈഡ് ഔട്ട് ടു ഹിം ദാറ്റ് ഹി വാസ് അണ്ടർ ദ സ്പെൽ ഓഫ് ദ ബ്യൂട്ടിഫുൾ ലേഡി വിതൗട്ട് പിറ്റി. ദയയില്ലാത്ത ആ സുന്ദരിയുടെ മാന്ത്രിക വലയത്തിലാണ് നിങ്ങളെന്ന് അവർ അദ്ദേഹത്തോട് മുന്നറിയിപ്പ് എന്ന വണ്ണം അലറി വിളിച്ചു പറഞ്ഞു. ഒബ്വിയസ്ലി ദേ വർ ദ ഏർലിയർ വിക്ടിംസ് ഓഫ് ദിസ് എൻചാൻഡ്രസ്. വളരെ വ്യക്തമാണ് ഒരു കാര്യം, ഈ എൻചാൻഡ്രസിൻ്റെ, ഈ മോഹിനിയുടെ മുൻകാല ഇരകളായിരുന്നു അവരെന്ന്. ദെൻ ഹി വോക്ക് അപ്പ് ആൻഡ് ഫൗണ്ട് ഹിംസെൽഫ് ഓൺ ദ കോൾഡ് ഹിൽ സൈഡ്. അപ്പോൾ ഈ തണുത്ത കുന്നോരത്ത് അയാൾ അവിടെ കിടക്കുന്ന കാഴ്ചയാണ് അയാൾ ഉണർന്നപ്പോൾ കണ്ടത്. ദിസ് ഈസ് വൈ ഹീ ഈസ് അലോൺ ആൻഡ് പെയിൻലി ലോയിറ്ററിങ്. അതുകൊണ്ടാണ് അയാൾ ഏകാഗിയായി വിളറിയ മുഖത്തോടെ ലക്ഷ്യബോധമില്ലാതെ അലയുന്നത്, ലോയിറ്റർ ചെയ്യുന്നത്. ഇതാണ് വാട്ട് ക്യാൻ എയിൽ ദീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് ഈസ് ദ കോസ് ഓഫ് യുവർ പെയിൻ ഓർ ട്രബിൾ? വാട്ട് ഈസ് ദ തിങ് ദറ്റ് ഇറിറ്റേറ്റ്സ് യു? ഇതാണ്. ബിവിച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഒരു മാന്ത്രിക വലയത്തിലാക്കുക അഥവാ മയക്കി കിടത്തുക എന്നൊക്കെ അർത്ഥം. ഗാർലൻഡ് എ റീത്ത് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ്. പൂക്കളും ഇലകളും ഒക്കെ ചേർത്ത് തലയിൽ അണിയാൻ ഉണ്ടാക്കുന്ന ഒരു റീത്തിനെയാണ് ഗാർലൻഡ് എന്ന് പറയുക. വോൺ ഓൺ ദ ഹെഡ് ഓർ ഹങ് ആസ് എ ഡെക്കറേഷൻ. ചിലപ്പോൾ അത് കഴുത്തിൽ മാലയായും അലങ്കാരാഭരണമായി അണിയാനായിട്ടുള്ള പുഷ്പമാലയാണ് എന്ന് പറയാം. ഗിർഡിൽ എ ബെൽറ്റ് ഓർ കോർഡ് വോൺ റൗണ്ട് ദ വേസ്റ്റ്. അരഞ്ഞാണം എന്നാണ് ഗിർഡിൽ എന്ന് പറയുക. ബ്രേസ്ലെറ്റ് കൈത്തണ്ടയിൽ അണിയുന്ന ആഭരണം. ലൾഡ് കാം ഓർ സെൻഡ് സംവൺ ടു സ്ലീപ്പ്. ആരെങ്കിലും ഉറക്കത്തിലാക്കുക, പാട്ട് പാടിയോ മറ്റോ. എൻചാൻഡ്രസ് മോഹിനി എ വുമൺ ഹൂ യൂസസ് മാജിക് ടു പുട്ട് സംവൺ അണ്ടർ എ സ്പെൽ ഓർ പുട്ട് ഹിം ഇൻ ടു സ്ലീപ്പ്. നൈറ്റ് അറ്റ് ആംസ് ആരാണ്? യോദ്ധാവ്. നൈറ്റ് വെയറിങ് ആൻഡ് ആമർ ആൻഡ് വെപ്പൺസ്. ആയുധങ്ങളും മറ്റ് പടച്ചട്ടയും ഒക്കെ ധരിച്ച ഒരു യോദ്ധാവ്. പെയിലി ലോയിറ്ററിങ്. വിളറിയ മുഖത്തോടെ അലയുന്നു. വാണ്ടറിങ് വിത്ത് എ പെയിൽ ഫേസ്. സെഡ്ജ് എന്ന് പറഞ്ഞാൽ കോരപ്പുല്ലാണ്. ഗ്രാസ് ലൈക്ക് പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ വെറ്റ് ഗ്രൗണ്ട്. വിതേർഡ് ഡ്രൈഡ് അപ്പ്. ത്രൂ ദീസ് ലൈൻസ് ദ പോയറ്റ് ഹിൻസ് ദാറ്റ് ദ സീസൺ ഈസ് ലേറ്റ് ഓട്ടം. ഈ വരികളിലൂടെ കവി എന്താണ് സൂചിപ്പിക്കുന്നത്?
ഈ കാലമെന്ന് പറയുന്നത് ഓട്ടത്തിൻ്റെ അവസാന കാലമാണ്. ഹാഗാർഡ്, ഹാവിങ് എ ടയേർഡ് ലുക്ക് ആസ് ഫ്രം സ്ലീപ്ലെസ് ഇൽനെസ് എക്സെട്ര. ഉറക്കമില്ലാത്ത ഒരു വല്ലായ്മയാണ് കൊണ്ട് അയാൾ സാവധാനത്തിൽ ക്ഷീണിതനായി അലസനായി കാണപ്പെടുന്നു. വോ ബിഗോൺ എന്ന് പറഞ്ഞാൽ സോറോഫുൾ ആണ്, ദുഃഖിതനാണ് എന്നർത്ഥം. സ്ക്വിരൽസ് ഗ്രാനറി ഈസ് ഫുൾ എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അണ്ണാനുകളുടെ പത്തായി നിറഞ്ഞിരിക്കുന്നു. എ ഹോൾ ഓൺ ദ ട്രീ വിച്ച് ദ സ്ക്വിരൽ യൂസസ് ആസ് ഇറ്റ്സ് സ്റ്റോർ. സ്ക്വിരൽ ഹാസ് ഗാതേർഡ് അപ്പ് ഇനഫ് ഫുഡ് ഫോർ വിൻ്റർ. ശൈത്യകാലത്തിന് വേണ്ടി വേണ്ടുന്ന ഭക്ഷണം അണ്ണാനുകൾ ശേഖരിച്ച് കഴിഞ്ഞു. എ ലിലി ഓൺ ദൈ ബ്രോ എന്ന് കവിതയിൽ പറഞ്ഞിരിക്കുന്നു. താങ്കളുടെ നെറ്റിത്തടത്തിൽ കൺപുരുക്കത്തിന്മേൽ. അതുപോലെ തന്നെ റോസ് ആണ് താങ്കളുടെ ചീക്ക് ആയിരുന്നത് മുമ്പ്, എന്നാൽ അതും വിളറിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം? ദ നൈറ്റ്സ് ഫോർഹെഡ് ഈസ് പെയിൽ. കവിയുടെ നെറ്റിത്തടമാണ്, ഫോർഹെഡ് എന്ന് പറഞ്ഞ നെറ്റിത്തടമാണ്, അത് വിളറിയിരിക്കുന്നു. ആൻഡ് ദ റോസി കളർ ഓഫ് ഹിസ് ഫേസ് ഇസ് ഡിസപ്പിയറിങ്. അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ആ റോസി കളറ് മങ്ങിക്കൊണ്ടിരിക്കുന്നു, ഫെയ്ഡിങ് ആണ് എന്ന് കവിതയിൽ പറഞ്ഞിരിക്കുന്നു. ആംഗിഷ് എന്ന് പറഞ്ഞാൽ അടുത്ത മനോവേദനയാണ്, അഗണിയാണ്. ഫീവർ ഡ്യൂ എന്ന് പറഞ്ഞാൽ മോയിസ്റ്റ് അല്ലെങ്കിൽ വെറ്റാണ്, അതായത് നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ വൈകാരികമായ റെസ്റ്റ്ലെസ്നെസ് കൊണ്ട്, അസ്വസ്ഥത കൊണ്ട് അയാൾ വല്ലാതെ വിയർത്തിരിക്കുന്നു എന്നുമാകാം അർത്ഥം. ഇനി വിതേർത്ത് എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞുപോയി, ഗറ്റ്സ് ഡ്രൈഡ് അപ്പ്. ഇനി വിതേർഡ് എന്ന മീനിങ്. മീഡ്സ്, മെഡോ എന്നുള്ളതിന് കവിതയിൽ കവി മീഡ്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രാഗ്രൻസ് ഓൺ, എ ബെൽറ്റ് ഓഫ് സ്വീറ്റ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ്. പുഷ്പങ്ങൾ കൊണ്ട് അരപ്പട്ടയ പോലെ ഉണ്ടാക്കിയ മാലയാണ് ഇവിടെ ഫ്രാഗ്രൻസ് ഓൺ എന്ന് പറയുന്നത്. സ്വീറ്റ് മോൺഫുൾ സൗണ്ട് ഓഫ് എ സോറോ ഓർ പെയിൻ. വേദന അല്ലെങ്കിൽ സങ്കടം കൊണ്ട് ഒരു തരം രോദനം പുറപ്പെടുവിക്കുന്നതിനെയാണ് മധുരതരമാം രോദനം എന്നാണ് കവിയുടെ പറയുക. ഹി തോട്ട് ദാറ്റ് ദിസ് കെയിം ഫ്രം ഹെർ ഗ്രേറ്റ് ലവ്. അവരുടെ അഗാധമായ പ്രണയത്തിൻ്റെ തീവ്രതയിൽ നിന്നാണ് ഈ ശബ്ദമുണ്ടായതെന്ന് നമ്മുടെ യോദ്ധാവ് കരുതുകയാണ്. പേസിങ് സ്റ്റീഡ് എന്ന് പറഞ്ഞാൽ പടക്കുതിരയാണ്. ഹോഴ്സ് വാക്കിംഗ് സ്ലോലി, സാവധാനത്തിൽ നടക്കുന്ന കുതിര എന്നർത്ഥം. നത്തിങ് എൽസ്, മറ്റ് യാതൊന്നും കണ്ടില്ല അന്ന് ഉടനീളം എന്ന് പറയും. ഹി വാസ് സോ മച്ച് അബ്സോർബ്ഡ് ഇൻ ലുക്കിംഗ് അറ്റ് ഹെയർ. അവളെ നോക്കിയിരിക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ ചിന്തയിൽ മുഴുകിയിരുന്നു എന്നർത്ഥം. ആൻഡ് എൻജോയിങ് ഹെയർ സോങ് ദാറ്റ് ഹി ഡിഡ് നോട്ട് സീ എനിത്തിങ് എൽസ് ദാറ്റ് ഡേ. അന്ന് മുഴുവനും അദ്ദേഹം മറ്റൊന്നും കണ്ടില്ല, അവളുടെ പാട്ട് ആസ്വദിക്കുകയായിരുന്നു. റൂട്ട്സ് ഓഫ് റെലിഷ് സ്വീറ്റ് ആൻഡ് ടേസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എഡിബിൾ റൂട്ട്സ്, അതായത് ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുകൾ, വിച്ച് വർ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി, മധുരതരമായിരുന്നു, അവ രുചികരമായിരുന്നു എന്നർത്ഥം. മന്ന ഡ്യൂ, ഇമാജിനറി ഫുഡാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ മന്ന എന്നൊരു ഭക്ഷണമുണ്ടോ എന്ന് പോലും അറിയില്ല. മന്ന പണ്ടുകാലത്ത് ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യുന്ന, പലായനം ചെയ്യുന്ന ദൈവജനത്തിന് ദൈവം അയച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഭക്ഷണമാണ് കാടിൻ്റെ വന്യതയിൽ അല്ലെങ്കിൽ മരുഭൂമിയിലെ വന്യതയിൽ. ഇനി ഇറ്റ് മേ ഓൾസോ മീൻ ദാറ്റ് സ്വീറ്റ് ഡ്രൈഡ് ജ്യൂസ് ഫ്രം ദ പ്ലാന്റ് മന്നാഷ്. മന്നാഷ് എന്ന് പറഞ്ഞ വേറൊരു ചെടിയുണ്ട്, അതിൻ്റെ വേരിൽ നിന്ന് എടുക്കുന്ന ഒരു ഉണങ്ങിയ ഡ്രൈഡ് ജ്യൂസ്, ആ അർത്ഥത്തിലും ആവാം ഒരു പക്ഷേ ഇത്. എൽഫിൻ ഗ്രോട്ടിലേക്ക് അവളെന്നെ കൊണ്ടുപോയി, അവളുടെ മാന്ത്രിക ഗുഹയിലേക്ക്, ഫെയറി കേവിലേക്ക് അവളെന്നെ കൊണ്ടുപോയി എന്ന് കവിതയിൽ പറയുന്നുണ്ട്. സൈഡ് ഫുൾ സോർ എന്ന് പറഞ്ഞാൽ ഹീവ്ഡ് സൈസ് വിത്ത് ഗ്രേറ്റ് സോറോ, വലിയ സങ്കടത്തോടെ ഒരുപാട് നെടുവീർപ്പുകൾ അവൾ ഉണ്ടാക്കി എന്നർത്ഥം. വോബിറ്റൈഡ്, മിസ്ഫോർച്യൂൺ മേ ഹാപ്പൻ, അതായത് ദൗർഭാഗ്യങ്ങൾ സംഭവിച്ചേക്കാം എന്നാണ് വോബിറ്റൈഡ് എന്നർത്ഥം. ഒരുപാട് ഫ്രഞ്ച് വാക്കുകൾ ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ ലേറ്റസ്റ്റ് ഡ്രീം, ഹിസ് എക്സ്പീരിയൻസ് വാസ് എ ഡ്രീം. അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. വെൻ ഹി എവോക്ക്, അദ്ദേഹം ഉണർന്നപ്പോൾ ഹി ഫൗണ്ട് ഹിംസെൽഫ് ലൈങ് അലോൺ ഓൺ ദ കോൾഡ് ഹിൽ സൈഡ്, താൻ ഈ തണുത്ത കുന്നോരത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നതാണ് കണ്ടത്. ലാ ബെല്ല ഡാം സാൻസ് മെഴ്സി ഹാത്ത് ദി ഇൻത്രാൾ എന്ന വരിയുടെ അർത്ഥം എന്താണ്? യു ഹാവ് കം ഫുള്ളി അണ്ടർ ദ സ്പെൽ ഓഫ് ദ ബ്യൂട്ടിഫുൾ ലേഡി വിതൗട്ട് പിറ്റി. ദയയില്ലാത്ത ഈ സുന്ദരിയുടെ പൂർണ്ണമായ മാന്ത്രിക വലയത്തിലായിരിക്കുന്നു നിങ്ങൾ എന്നർത്ഥം. ഗ്ലീം, ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചമാണ് ഗ്ലീം. കവിതയുടെ പേര് ലാ ബെല്ല ഡാം സാൻസ് മെഴ്സി, ദയയില്ലാത്ത സുന്ദരി, ദയാശൂന്യായ സുന്ദരി. കവിതയുടെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ, 3 സ്റ്റാൻസ യോദ്ധാവിനോട് കവിയുടെ ചോദ്യങ്ങളാണ്. ബാക്കി ഭാഗം യോദ്ധാവിന് കവിയോടുള്ള തിരിച്ചുള്ള മറുപടികളാണ്. സായുധധാരിയായി വീരയോദ്ധാവ് എന്തുകൊണ്ട് ഏകനായി വിളറിയ മുഖത്തോട് അലഞ്ഞു തിരിയുന്നു എന്ന് കവി ചോദിക്കുന്നു. തടാകത്തിലെ കോരപ്പുല് കരിഞ്ഞു പോയിരിക്കുന്നു, പക്ഷികളുടെ പാട്ടും നിലച്ചിരിക്കുന്നു. ശരത്കാലം, ഓട്ടം സീസൺ അതാ അവസാനിച്ചിരിക്കുന്നു. ശൈത്യകാലം, വിൻ്റർ സീസൺ ആരംഭിക്കാൻ സമയമായിരിക്കുന്നു. എന്നിട്ടും ശൈത്യകാലത്തിൻ്റെ ആ വരവും പ്രതീക്ഷിച്ച അണ്ണാൻ തൻ്റെ ധാന്യപ്പുര നിറയെ ധാന്യവും ശേഖരിച്ച് ഇതാ കാത്തിരിക്കുന്നു. മനുഷ്യരെല്ലാം അവരുടെ പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞിരിക്കുന്നു. യോദ്ധാവിൻ്റെ വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്ന നെറ്റി വെളുത്ത് വിളറിയിരിക്കുന്നു. വേദന പ്രകടമായ മുഖത്ത് ആ പഴയ റോസ് നിറമെല്ലാം മങ്ങിപ്പോയി എന്ന് പറയുന്നു. ഫെയ്ഡഡ് എന്നാണ് കവിതയിൽ പ്രയോജനം. മങ്ങിപ്പോയി,
കവിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഇനി ആ വീരയോദ്ധാവ് പറയുന്ന മറുപടിയാണ് ബാക്കി ഭാഗങ്ങൾ. അല്ലേ, ആ മലഞ്ചെരുവിലെ പുൽത്തകിടിയിൽ അയാൾ അപ്സരസിനെ പോലെയുള്ള ഒരു സുന്ദരിയെ കണ്ടുമുട്ടി. അവൾ ഏതോ വനദേവതയുടെ മകളായിരിക്കാം, അത്രമാത്രം സൗന്ദര്യമുണ്ടായിരുന്നു അവൾക്ക്. ഒരു ഫെയറിയുടെ ചൈൽഡ് ആയിരുന്നിരിക്കാം. ചെറിയ കാലുകളും നീണ്ട മുടിയും ഉള്ള അവളുടെ കണ്ണുകൾക്ക് ആരെയും ഭ്രാന്ത് പിടിപ്പിക്കുന്ന വശ്യത ഉണ്ടായിരുന്നു എന്നും കവി പറയുന്നു. അവളിൽ ഭ്രമിച്ചുപോയ യോദ്ധാവ് അവൾക്ക് വേണ്ടി പൂക്കൾ കൊണ്ട് മാല, വള, അരയ്ക്ക് കെട്ടുന്നതിനുള്ള അരഞ്ഞാണം ഇവയെല്ലാം കൊരുത്തു കൊടുത്തു. സ്നേഹത്തോടെ അവൾ യോദ്ധാവിനെ നോക്കുകയും പരിദേവന രൂപേണയുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു. തൻ്റെ കുതിരപ്പുറത്ത് അവളെ കയറ്റിയിരുത്തിയിട്ട് ദിവസം മുഴുവനും അവളുടെ പാട്ട് കേട്ടുകൊണ്ടിരുന്നു. മധുരമുള്ള കിഴങ്ങുകളും തേനും ദേവതമാർ മാത്രം ഉപയോഗിക്കുന്ന ഏതോ ദിവ്യഭക്ഷണവും എല്ലാം അവൾ അയാൾക്ക് നൽകി. വിചിത്രമായ ഭാഷയിൽ തൻ്റെ സ്നേഹം അവൾ അയാളോട് പ്രകടിപ്പിച്ചു. അതിനുശേഷം യോദ്ധാവിനെ അവളുടെ മാന്ത്രിക ഗുഹയിലേക്ക്, തൻ്റെ എൽഫിൻ ഗ്രോട്ടിലേക്ക് അവൾ കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ സൗന്ദര്യത്തിൽ അയാളെ വീഴ്ത്താൻ വേണ്ടി കരയുകയും ദീർഘനിശ്വാസം വിടുകയും ഒക്കെ ചെയ്തു. അയാൾ അവളുടെ കണ്ണുകളിൽ ചുംബനങ്ങൾ അർപ്പിച്ചു. അതിനുശേഷം താരാട്ടുപാടി അയാളെ അവൾ ഉറക്കി. ഷീ ലൾഡ് ഹിം ടു സ്ലീപ്പ് എന്നാ പറയുക. ആ കഷ്ടം, ആ ഉറക്കത്തിൽ യോദ്ധാവ് ഭീകരമായൊരു സ്വപ്നം കണ്ടു. ഈ മലഞ്ചെരുവിൽ വെച്ച് താൻ അവസാനമായി കണ്ട സ്വപ്നമായിരുന്നു അത്. മരിച്ചവരെ പോലെ വിളറി വെളുത്ത മുഖത്തോടു കൂടിയ രാജാക്കന്മാർ, രാജകുമാരന്മാർ, യോദ്ധാക്കൾ, ഇവരെയൊക്കെ ആ സ്വപ്നത്തിൽ അയാൾ കണ്ടു. ഒരേ ശബ്ദത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, നീ ഇപ്പോൾ ദയാലേശമില്ലാത്ത സുന്ദരിയുടെ അടിമയാണ്. ആ മങ്ങിയ വെളിച്ചത്തിൽ അവർ തനിക്ക് മുന്നറിയിപ്പ് നൽകുന്നതും അയാൾ കണ്ടു. കണ്ണു തുറന്ന് ചുറ്റും നോക്കിയപ്പോഴാണ് താൻ ഈ തണുത്ത മലഞ്ചെരുവിൽ തന്നെയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞത്. ഈ ആലസ്യത്തിൽ നിന്ന് മുക്തനാകാതെ അയാൾ അവിടെ തന്നെ അലഞ്ഞു എന്നാണ് കവിതയിൽ പറയുക. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളാണ് അടുത്ത വീഡിയോയിൽ.